വെച്ചാൽ നമ്മൾ ഡാൻഡ്രഫിൻ്റെ ഒരു റീസൺ പറയണ ഫംഗലാണ്. അതെന്ന് വെച്ചാൽ ലിപ്പോഫിലിക്ക എണ്ണ എല്ലായിടത്താണ് ഇത് വളരുന്നത്. എങ്കിൽ കൂടി ഈ എണ്ണയുടെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഭയങ്കര രൂക്ഷമാണ് ആയുർവേദ കൺസെപ്റ്റ് അനുസരിച്ച്. സോ ഈ ഫംഗസിന് അവിടെ വളരാനുള്ള ഒരു അറ്റ്മോസ്ഫിയറെ തലയിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ എണ്ണ യൂസ് ചെയ്യണം. ഈ ഒരു ക്ലൈമറ്റ് പ്രത്യേകിച്ച് മിക്കവർക്കും ഉണ്ടാവും പൊടി താരൻ. ഒറ്റ പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി, ആ താരൻ മാറിയിരിക്കും. പിന്നെ ഓയിലി സ്കിന്നായിട്ടുള്ളവരാണെങ്കിൽ മുടി കൊഴിച്ചിൽ താരൻ എല്ലാവർക്കും ഉണ്ട്. അതിനുവേണ്ടി നിങ്ങൾ എണ്ണകൾ മാറി ഉപയോഗിക്കുന്നു, ഷാമ്പു മാറ്റി നോക്കുന്നു, ഹെയർ പാക്കുകൾ ഇടുന്നു, പക്ഷേ യാതൊരു ചേഞ്ചും ഇല്ല. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന രീതിയിലുള്ള എന്തോ ഒരു അപാകത കൊണ്ടാണ് നിങ്ങൾക്കത് വരുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ എങ്ങനെ അത് പരിഹരിക്കാം, അതിനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത്. എന്ത് ചെയ്താലും തലയിൽ ചെയ്യുമ്പോഴും നിങ്ങളുടെ ഹെയർ, നിങ്ങളുടെ സ്കാൽപ്പ് എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആദ്യം തന്നെ നമ്മുടെ ഹെയറിൻ്റെ പൊറോസിറ്റി നോക്കാം. വെള്ളത്തിലിട്ട് നോക്കിയാൽ മതി, വെള്ളത്തിൽ മുങ്ങിയാണോ പൊങ്ങിയാണോ കിടക്കണേന്ന് നോക്കാം. ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് സ്കാൽപ്പിൽ ജസ്റ്റ് ഒന്ന് ഉരച്ച് നോക്കാം. അത് വെറ്റാവണമെങ്കിൽ ഓയിലി സ്കിന്നാണ് നിങ്ങളുടേത്, അല്ലെങ്കിൽ അതൊരു ഡ്രൈ ആണ് നിങ്ങളുടെ സ്കാൽപ്പ് എന്നാണ് അർത്ഥം. പിന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ വീഡിയോസിൽ പോലെ കാരണം അറിയുക. ഇപ്പോൾ സ്ട്രെസ്സ്, ഹോർമോൺസ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവണ ഒരു ഹെയർ ലോസോ ഡാൻഡ്രഫോ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെയും കൂടി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങൾ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഡാൻഡ്രഫിന് വേണ്ടി ദന്തപാല എണ്ണ വെച്ച് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഈ ഡാൻഡ്രഫിനെ കൺട്രോൾ ചെയ്യാമെന്ന്. എസ്പെഷ്യലി ഈ ഒരു ക്ലൈമറ്റ് എല്ലാവർക്കും ഉണ്ടാകും. പൊടി പോലെ ഡ്രൈനെസ് കാരണം സ്കാൽപ്പിൽ വരും. ഒറ്റ പ്രാവശ്യം നിങ്ങളിത് ചെയ്താൽ മതി, ഉറപ്പായിട്ടും നിങ്ങളുടെ താരം മാറിയിരിക്കും. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. വേണ്ടി നമുക്ക് ആകെ വേണ്ടത് രാസനാദിപ്പൊടിയും ദന്തപാലയുടെ എണ്ണയാണ്. ദന്തപാലയുടെ കളർ നോക്കണം നിങ്ങൾ, നല്ല റെഡിഷ് ആയിട്ട് കിട്ടും. മാർക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഡൈ കളേഴ്സില്ലേ, ആഡഡ് കളേഴ്സ് യൂസ് ചെയ്തിട്ടും ഈ സാധനം മാർക്കറ്റിൽ കിട്ടും. ഇത് ജെനുവിൻ ആയിട്ടുള്ള സാധനമാണ്. അതിൻ്റെ റിസൾട്ട് കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് വിത്തിൻ 1 ഡേ, ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം തന്നെ നമ്മൾ ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുടിയുടെ ചട കളയൽ, ഡീറ്റാംഗ്ലിങ് ചെയ്യൽ. എപ്പോഴും നമ്മൾ ചെയ്യണം ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വലിയാണ്. ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ മുടിയെല്ലാം കൂടി എടുക്കുക, ഒന്ന് ചുറ്റിക്കുക, എന്നിട്ട് അടിയിൽ നിന്ന് വേണം എപ്പോഴും ഡീറ്റാംഗ്ലിങ് ചെയ്യാൻ. ആ ചുറ്റ് നിവർത്തുക, നേരെയാക്കുക, എന്നിട്ട് പുറമേ നിന്ന് ഇങ്ങനെ ആക്കി വന്നാൽ നമ്മുടെ മുടി പൊട്ടാതിരുന്നോളും. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. സെക്കൻഡ്, രാസനാദി വെച്ച് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നീർക്കെട്ടിറങ്ങണവരുണ്ടാകാം, ചുമയുള്ളവരുണ്ടാവാം, അലർജി ഉള്ളവരുണ്ടാവാം. ഇതെല്ലാവർക്കും പറ്റണമെന്നില്ല ഈ തണുപ്പുള്ള എണ്ണയൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ നീരിറക്കം ഉണ്ടാവില്ല. മൂന്നാമത് നിങ്ങൾ എണ്ണ തേക്കണം. എണ്ണ തേക്കേണ്ടത് എപ്പോഴും സ്കാൽപ്പിലായിരിക്കണം, മുടിയിലല്ല. അതിനാദ്യം നിങ്ങൾ വകച്ച് 2 സൈഡിലേക്ക് ആക്കുക, എന്നിട്ട് പയ്യനെ ഓടയിൽ തേച്ച് കൊടുക്കുക. കുറേ ഒന്നും വാരി വലിച്ചൊന്നും തേക്കണ്ട. ഈ എണ്ണ എല്ലാവരും ചോദിക്കുക, എണ്ണ തേക്കുമ്പോൾ ഈ ഡാൻഡ്രഫ് കൂടില്ലെന്ന്. ഒരിക്കലും ഇല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡാൻഡ്രഫിൻ്റെ ഒരു റീസൺ പറയണ ഫംഗലാണ്. അതെന്ന് വെച്ചാൽ ലിപ്പോഫിലിക്ക എണ്ണ എല്ലായിടത്താണ് ഇത് വളരുന്നത്. എങ്കിൽ കൂടി ഈ എണ്ണയുടെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഭയങ്കര രൂക്ഷമാണ് ആയുർവേദ കൺസെപ്റ്റ് അനുസരിച്ച്. സോ ഈ ഫംഗസിന് അവിടെ വളരാനുള്ള ഒരു അറ്റ്മോസ്ഫിയറെ തലയിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ എണ്ണ യൂസ് ചെയ്യണം. ഈ ഒരു ക്ലൈമറ്റ് പ്രത്യേകിച്ച് മിക്കവർക്കും ഉണ്ടാവും പൊടി താരൻ. ഒറ്റ പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി, ആ താരൻ മാറിയിരിക്കും. പിന്നെ ഓയിലി സ്കിന്നായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് എന്തോരമാണോ ആവശ്യമുള്ളത് അത്ര മാത്രം തേച്ച് കൊടുത്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതെന്ന് വെച്ചാൽ ഉണ്ടാക്കണ തന്നെ ദന്തപാലയല്ല, 7 ദിവസം നമ്മൾ സൂര്യപാകം ചെയ്താണ് എടുക്കുന്നത്. എന്തായാലും അതിൻ്റെ ഒരു റിസൾട്ട് ഉള്ളതാണത്. ഇങ്ങനെ ചെയ്യുക, അങ്ങനെ എല്ലായിടത്തും ആക്കുക. ഇനി ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും താഴത്തുനിന്ന് മേളിലോട്ടായിരിക്കണം മസാജ് ചെയ്യണത്, റൗണ്ടായിട്ട്. കാര്യം അപ്പോൾ ഒന്ന് സർക്കുലേഷൻ കൂടും. ഇനി നിങ്ങൾക്ക് മസാജ് ചെയ്യാൻ പറ്റണില്ലേ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഈ എണ്ണ തേക്കണതിന് മുമ്പ് കോമ്പ് വെച്ച് നല്ലോണം അങ്ങോട്ട് ചീവി കൊടുക്കുക. എണ്ണ തേച്ച് കഴിഞ്ഞ് കോമ്പ് ചെയ്യരുത്, കാര്യം മുടി പൊട്ടാൻ ചാൻസസ് കൂടുതലാണ്. അതിന് മുമ്പ് നല്ലോണം കോമ്പ് ചെയ്തിട്ട് ഈ എണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈ ഓടിക്കുക. എന്നിട്ടൊരു 20 മിനിറ്റ്സ് ഇരുന്നിട്ട് ഹെഡ് വാഷ് ചെയ്യുക. അപ്പോഴും ഷാമ്പു ഒന്നും യൂസ് ചെയ്യേണ്ട, കാര്യം നമ്മൾ അമിതമായിട്ടൊന്നും എണ്ണ തേക്കണില്ല, ആവശ്യത്തിനുള്ള എണ്ണയുള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ താളി പോലെ എന്തെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക.